വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. നവകേരള സർവേയിൽ എന്താണ് തെറ്റെന്ന് സുപ്രീംകോടതി ചോദിക്കുന്നു. ക്ഷേമ പദ്ധതികൾക്കായി 100 കണക്കിന് കോടി രൂപയാണ് സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും ഒക്കെ ചെലവഴിക്കുന്നത്. നയം രൂപീകരിക്കുന്നതിനായി പഠനം നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്ന കാര്യവും കൂടി സുപ്രീംകോടതി ചോദിക്കുകയും ചെയ്തു. ഇതിൽ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്യുന്നത്. നവകേരള സർവേക്ക് നൽകിയ സ്റ്റേ സുപ്രീംകോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസമാകുന്നു. അങ്ങനെ ഒരു ക്ഷേമ പദ്ധതികൾക്കായി പണം ചെലവഴിക്കുന്നതിനായി ഒരു പഠനം നടത്തുന്നതിന്, സർവേ നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്ന് സുപ്രീംകോടതി ഹർജിക്കാരോട് ചോദിക്കുന്നു. ഹൈക്കോടതിയിലെ ഹർജിക്കാരോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്നാണ് ഈ ഹർജിക്കാരായ 2 KSU നേതാക്കൾക്ക്, KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, ഒപ്പം എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗമായ മുബാസ് എന്നിവർക്ക് സുപ്രീംകോടതി നോട്ടീസ് അയക്കുന്നത്. 20 കോടി രൂപ ചെലവഴിച്ചതിൽ സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകണം എന്ന നിർദ്ദേശവും കൂടി സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. സുപ്രീംകോടതിയിൽ നിന്ന് പുറത്തുവരുന്ന നടപടി അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവ്, ഇതിൽ പിന്നീടായിരിക്കും സുപ്രീംകോടതി വിശദമായ വാദങ്ങൾക്ക് എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്ന നടപടി ഇന്ന് സുപ്രീംകോടതിയിൽ നിന്നുണ്ടാകുന്നു. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായത് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ്. കപിൽ സിബൽ പറഞ്ഞ കാര്യം, ഇത് സംസ്ഥാന സർക്കാരിന്റെ നയപരമായ കാര്യമാണ്. നയപരമായ കാര്യത്തിലാണ് ജുഡീഷ്യറി ഇടപെട്ടത്. ഇത്തരം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പഠനം നടത്താൻ സംസ്ഥാന സർക്കാരിന്റെ അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന കാര്യവും കൂടി കപിൽ സിബൽ സുപ്രീംകോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇതിനെ എതിർത്താണ് ഈ ഹർജിക്കാരുടെ അഭിഭാഷകൻ സുപ്രീംകോടതി നിലപാടെടുത്തത്. സാധാരണക്കാർ നൽകുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ഈ പഠനം നടത്തുന്നതെന്ന വാദം ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സുപ്രീംകോടതിയിൽ ഉയർത്തുകയും ചെയ്തു. അപ്പോഴാണ് സുപ്രീംകോടതി ചോദിക്കുന്നത് നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്ന കാര്യം. സർക്കാരിന് രാഷ്ട്രീയമായും വലിയ ആശ്വാസമാകുന്ന ഉത്തരവാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ നടത്തിയിരിക്കുന്ന സർവേക്കെതിരെയാണ് കോൺഗ്രസിന്റെ ഭാഗമായി KSUവിന്റെ നേതാക്കളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഹൈക്കോടതി ഈ സർവേ സ്റ്റേ ചെയ്തപ്പോൾ ഉടൻ തന്നെ സർക്കാർ അപ്പീലുമായി സുപ്രീംകോടതിയിലേക്ക് പോവുകയായിരുന്നു. അവിടെ ഈ ഉത്തരവിന് സ്റ്റേ വരുന്നു. സർവേയുമായി മുന്നോട്ട് പോകാം എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും വലിയ ആശ്വാസമാണ് രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയുമാണ്. കാരണം ഈ കേസിനെ രാഷ്ട്രീയമായി തന്നെ നേരിട്ടത് പ്രതിപക്ഷ പാർട്ടികളാണ്. പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന്റെ യുവജന സംഘടനയായ KSU ആണ് ഈ വിഷയവും ഉയർത്തിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്.